എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷ്, അതിൽ യൂണിറ്റ് 4 ബ്ലൂംസ് ആൻഡ് ബ്രീസിലെ ആക്ടിവിറ്റി 16 ഫ്ലവേഴ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്നതാണ് ആക്ടിവിറ്റിയുടെ പേര്. ഹിയർ ആർ സം ഫ്ലവേഴ്സ് ഫ്രം ദ ലാൻഡ് ഓഫ് മഞ്ച്കിൻസ്. ഇവിടെ കുറച്ച് ലാൻഡ് ഓഫ് മഞ്ച്കിൻസിലെ ഫ്ലവേഴ്സ് തന്നിട്ടുണ്ട്. ലോട്ടസ്, ഡാലിയ, ഹിബിസ്കസ്, ബ്ലൂബെൽ, ബോഗൺവില്ല, റോസ്, വാട്ടർ ലില്ലി, ലിനിയ എന്നിവയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ലാൻഡ് ഓഫ് മഞ്ച്കിൻസിലെ ഫ്ലവേഴ്സ്. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് മേക്ക് ആൻ ആൽബം. എന്ത് ചെയ്യുക? പിക്ചറുകൾ കളക്ട് ചെയ്യുക പൂക്കളുടെ, എന്നിട്ട് ഒരു ആൽബം ഉണ്ടാക്കുക. റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഓൾസോ. ഒരു ഡിസ്ക്രിപ്ഷൻ കൂടെ എഴുതുക. 1 ഈസ് ഡൺ ഫോർ യു. ഒന്ന് നിങ്ങൾക്ക് അതിനായിട്ട് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ. ദിസ് ഈസ് എ സൺഫ്ലവർ. ഇറ്റ്സ് യെല്ലോ ഇൻ കളർ. ഇറ്റ്സ് ബ്ലൂം ഇൻ ദ മോർണിംഗ്. ഐ ലൈക്ക് ഇറ്റ് ഫ്രാഗ്രൻസ് എന്നാണ് ഈ ഒരു സൺഫ്ലവറിനെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊരു സൺഫ്ലവർ ആണ്. ഇതൊരു യെല്ലോ കളറിലുള്ളതാണ്. രാവിലെയാണിത് ആ ഒരു ബ്ലൂം ചെയ്യുക. എനിക്കിതിൻ്റെ മണം വളരെ ഇഷ്ടമാണ്. ഇത്രയും കാര്യങ്ങളാണ് സൺഫ്ലവറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഞാൻ ഇവിടെ നേരത്തെ നൽകിയ ഇവിടെ ലാൻഡ് ഓഫ് മഞ്ച്കിൻസിൽ നൽകിയ ഫ്ലവേഴ്സിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കി വന്നിട്ടുണ്ട്. ഞാനതൊന്ന് വായിക്കാം. ഒരു റെഫറൻസിന് വേണ്ടി മാത്രം എടുക്കുക. കുട്ടികളെ കൊണ്ട് വീടിൻ്റെ അടുത്തുള്ള പൂക്കളെ കുറിച്ചും ഒക്കെ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ എഴുതിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനതൊന്ന് വായിച്ച് പോവാം. ലോട്ടസ്. ദിസ് ഈസ് എ ലോട്ടസ്. ഇറ്റ് ഈസ് പിങ്ക് ഇൻ കളർ. ഇറ്റ് ബ്ലൂംസ് ഇൻ പോൺസ്. ഐ ലൈക്ക് ഇറ്റ് സോഫ്റ്റ് പെറ്റൽസ്. അടുത്തതായിട്ട് ഹിബിസ്കസ്. ദിസ് ഈസ് ഹിബിസ്കസ്. It is red in color. It blooms in warm sunlight. I like its big petals. அடுத்தതായിട്ട് ഡാലിയ. This is dahlia. It is bright and colorful. It has many petals. I like its round shape. അടുത്തതായിട്ട് bluebell. This is a bluebell. It is blue in color. It hangs like a tiny bell. I like its gentle look. അടുത്തതായിട്ട് റോസ്. ദിസ് ഈസ് എ റോസ്. ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ. ഇറ്റ് ഹാസ് thorns ഓൺ ഇറ്റ്സ് സ്റ്റെം. ഐ ലൈക്ക് ഇറ്റ് സ്വീറ്റ് സ്മെൽ. അടുത്തതായിട്ട് വാട്ടർ ലില്ലി. ദിസ് ഈസ് എ വാട്ടർ ലില്ലി. ഇറ്റ് ഗ്രോസ് ഇൻ വാട്ടർ. ഇറ്റ്സ് പെറ്റൽസ് ആർ വൈറ്റ് ഓർ പിങ്ക്. ഐ ലൈക്ക് ഹൗ ഇറ്റ് ഫ്ലോട്ട്സ്. അടുത്തതായിട്ട് ബോഗൺവില്ല. ദിസ് ഈസ് ബോഗൺവില്ല. It is pink or purple in color. It grows on a big vine. I like its bright flowers. ഇനി അടുത്തത് സിനിയ അല്ലെങ്കിൽ സിനിയ എന്നും പറയും. ദിസ് ഈസ് എ സിനിയ. ഇറ്റ് ഈസ് കളർഫുൾ ആൻഡ് ബ്രൈറ്റ്. ഇറ്റ് ബ്ലൂംസ് ഇൻ ദ സൺ. ഐ ലൈക്ക് ഇറ്റ്സ് പ്രെറ്റി ഷേപ്പ്. ഇത്രയുമാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ എനിക്ക് പറയാനുള്ളത്. ഇതൊരു റെഫറൻസ് മാത്രമാക്കി എടുക്കുക. കുട്ടികളെ കൊണ്ട് വീടിൻ്റെ അടുത്തുള്ള പൂക്കളെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും ചിത്രങ്ങളൊക്കെ വരച്ചവ കളക്ട് ചെയ്തിട്ട് നല്ലൊരു ആൽബം തയ്യാറാക്കാൻ വേണ്ടി ഓരോ കുട്ടിയോടും ആവശ്യപ്പെടുക. നമ്മൾ ആദ്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ കുട്ടികൾ സ്വന്തം ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് അതിലൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.